Hi guys, DSA ഹാഷിംഗ് ടെക്നിക് സീരീസ് ലീഡ് കോഡ് ചെക്ക്ലിസ്റ്റിലെ നമ്മുടെ ഫേസ് 1 ബേസിസിലെ നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ലീഡ് കോഡ് 349 ആയിട്ടുള്ള ഇന്റർസെക്ഷൻ ഓഫ് ടു അറേസ് ആണ്. ഓക്കെ, ഫേസ് 1 വരുന്നതെന്ന് വെച്ചാൽ എല്ലാം സിമ്പിൾ പ്രോബ്ലംസ് ആണ്. സോ നമുക്ക് ആദ്യം ഈ പ്രോബ്ലം ലീഡ് കോഡ് 349 ഇന്റർസെക്ഷൻ ഓഫ് ടു അറേസ് എന്താണെന്ന് നോക്കാം. സോ ഇതാണ് ലീഡ് കോഡ് 349 ഇന്റർസെക്ഷൻ ഓഫ് ടു അറേസ്. ഇതൊരു ലീഡ് കോഡ് ഈസി ലെവൽ പ്രോബ്ലം ആണ്. ഓക്കെ, ഇതൊരു ലീഡ് കോഡ് ഈസി ലെവൽ പ്രോബ്ലമാണ്. ഞാൻ നിങ്ങൾക്ക് അത് ഈ പ്രോബ്ലം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് എന്താണ്, രണ്ട് ഇൻറ്റീജർ അറേസ് ആണ്. ഒന്ന് നംസ് 1 ഒന്ന് നംസ് 2. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ അറേസിന്റെ ഒരു ഇന്റർസെക്ഷൻ റിട്ടേൺ ചെയ്യണം. അതേപോലെ ഇന്റർസെക്ഷനിൽ ഓരോ എലിമെന്റും യൂണീക്ക് ആയിരിക്കണം. ഓക്കെ, നമുക്ക് ഏത് ഓർഡറിലാണ് റിട്ടേൺ ചെയ്യാം, പക്ഷേ ഓരോ എലിമെന്റും യൂണീക്ക് ആയിരിക്കണം. ഇന്റർസെക്ഷൻ എന്താണെന്ന് ഞാൻ പറയാം. രണ്ട് അറേസിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് അറേസിൽ കോമൺ ആയിട്ടുള്ള എലിമെന്റ്, അതാണ് രണ്ട് അറേസിന്റെ ഇന്റർസെക്ഷൻ. ഓക്കെ, ഈ പർട്ടിക്കുലറിൽ നംസ് 1 നംസ് 2 കോമൺ ആയിട്ടുള്ള എലിമെന്റ് എന്താണ് 2. ഓക്കെ, പക്ഷേ ഡിസ്റ്റന്റ് ആയിരിക്കണം. ഇപ്പോൾ രണ്ട് ടു കോമൺ ആണെന്ന് പറഞ്ഞാൽ 2 2 ഔട്ട്പുട്ടിൽ ഇടാൻ പാടില്ല, കാരണം യൂണീക്ക് ആയിരിക്കണം. ഓക്കെ, ഓരോ എലിമെന്റ് യൂണീക്കും ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഒറ്റ എലിമെന്റ് കണ്ടില്ലേ, ഇതിന്റെ രണ്ടിന്റെ ഇന്റർസെക്ഷൻ നോക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള എലിമെന്റ് ഏതാണ് 2. പിന്നെ അടുത്ത് നംസ് 1 നംസ് 2. ഈ നംസ് 1 നംസ് 2 ആയിട്ടുള്ള നോക്കുമ്പോൾ ഇന്റർസെക്ഷൻ നോക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള എലിമെന്റ്സ് ഏതൊക്കെയാണ്, 4ഉം 9ഉം നംസ് 1 നംസ് 2 അപ്പോൾ അത് രണ്ടുമാണ് കോമൺ ആയിട്ടുള്ള എലിമെന്റ്സ്. ഓക്കെ, 4ഉം 9ഉം. അപ്പോൾ നമുക്ക് 4 9 റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ 9 4 റിട്ടേൺ ചെയ്യാം. മനസ്സിലായില്ലേ? വെച്ചാൽ ഒരെണ്ണിന്റെ കോപ്പിയുടെ ആവശ്യമില്ല. ഇപ്പൊ ഇവിടെ തന്നെ നോക്ക്, 2 9 ഉണ്ട്, 2 4 ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ 4 4 9 9 നല്ല റിട്ടേൺ ചെയ്യണം. ഒരെണ്ണം തന്നെ മതിയാവും. ഏത് എലിമെന്റ്സ് ഒരേപോലെ വരുന്നുണ്ട്, അതാണ് ഈ ഇന്റർസെക്ഷൻ ഓഫ് ടു അറേസിൽ നമ്മൾ റിട്ടേൺ ചെയ്യേണ്ട അറേ ലിസ്റ്റിൽ കാണേണ്ടത്. നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത് അറേ ലിസ്റ്റ് ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് ഇനി ഇതിന്റെ ഒരു സൊല്യൂഷൻ നോക്കാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത് ഹാഷ് മാപ്പ് അല്ല, ഹാഷിങ്ങിനകത്തുള്ള അടുത്ത സംഭവമായിട്ടുള്ള ഹാഷ് സെറ്റ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് ഹാഷ് സെറ്റ് നമ്മൾ ഇതിന് മുമ്പത്തെ രണ്ട് പ്രോബ്ലത്തിൽ ഐ തിങ്ക് നമ്മൾ ഹാഷ് മാപ്പാണ് യൂസ് ചെയ്യുന്നതാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, എന്നാൽ ഇതിന് തൊട്ടുമുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ഹാഷ് മാപ്പാണ് യൂസ് ചെയ്തത്. ഈ പ്രോബ്ലം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഹാഷ് സെറ്റ് ആണ്. ഓക്കെ, ഹാഷ് മാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, കീയും വാല്യൂവും കാണും. ഹാഷ് സെറ്റിൽ എന്താണ്, ജസ്റ്റ് ഒരു വാല്യൂ മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ഇൻറ്റീജർ ഹാഷ് സെറ്റ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. നമ്മളതിന് ഡിസ്റ്റിങ്ക്ട് എന്ന പേര് കൊടുക്കുന്നു. ഇത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ ഹാഷ് സെറ്റ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ നംസ് 1 ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള എലിമെന്റ്സിനെ ഈ ഹാഷ് സെറ്റിലോട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ അല്ലാണ്ട് ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഡിസ്റ്റിങ്ക്ട് എന്താണെന്ന് കാണിച്ചാൽ വേണ്ടി ഇത് എടുക്കാം. ഇതാണ് നംസ് 1. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ കേസിൽ നംസ് 1 ഇതാണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഇതിനകത്തോട്ട് എന്താണ്, നമ്മൾ ഈ സെറ്റിന്റെ ഒരു പ്രത്യേകത എന്താണ്, സെറ്റിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ്സ് വരില്ല. ഓക്കെ, അപ്പം നമ്മൾ ഈ ഓരോ നമ്പറും ആഡ് ചെയ്യുമ്പം ഡിസ്റ്റിങ് ഡോട്ട് നമ്മളിപ്പം ഈ ഇതിനകത്തുള്ള ലൂപ്പ് ചെയ്ത് ഓരോന്നായിട്ട് ആഡ് ചെയ്യണം. ഡിസ്റ്റിങ് ഡോട്ട് ആഡ് ഐ എന്ന് പറയുമ്പോൾ ഇപ്പം ഇതിനകത്ത് 1 വന്നു, ഹാഷ് സെറ്റിനകത്ത് ഡിസ്റ്റിങ് എന്ന് പറയുന്ന ഹാഷ് സെറ്റിനകത്ത് 1 വന്നു. അത് കഴിഞ്ഞ് 2 ആഡ് ചെയ്യുമ്പോൾ 2 വന്നു. പക്ഷെ അടുത്ത് പിന്നെയും 2 ആഡ് ചെയ്ത് നോക്കുമ്പോൾ ഇത് സെറ്റ് ആയത് കാരണം ഇതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ്സ് വരില്ല. അടുത്ത് പിന്നെ 1 ആഡ് ചെയ്യുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ്സ് വരില്ല. അപ്പം ഇതാണ് ഹാഷ് സെറ്റിനകത്തുള്ള വാല്യൂസ് കറന്റ്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ റിസൾട്ട്, നമ്മുടെ ആൻസർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അറേ ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, അതാണ് ഈ റിസൾട്ട് ലിസ്റ്റ്. ഇതിനകത്ത് എന്താണ്, ഇൻറ്റീജേഴ്സ് സ്റ്റോർ ചെയ്യുന്ന ഒരു അറേ ലിസ്റ്റ് ആണിത്. ഓക്കെ, ഇതിനകത്താണ് നമ്മുടെ ഉത്തരം റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നംസ് 2 അറേയില്ലേ, നംസ് 2 അറേയിലെ ഓരോ എലിമെന്റിനെ എടുത്ത് ഇത് രണ്ടിലും ഉണ്ടാവുന്ന എലിമെന്റ് അല്ലേ നമ്മൾ റിസൾട്ട് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നംസ് 2 എടുത്ത് നംസ് 1 കമ്പയർ ചെയ്യും. എന്നിട്ട് ഈ ഒരു എലിമെന്റ് നംസ് 1 ഉണ്ടെന്ന് ചെക്ക് ചെയ്താൽ പോരെ. ഓക്കെ, നംസ് 2 കൊടുത്ത് നംസ് 1 കമ്പയർ ചെയ്ത് ആ എലിമെന്റ് അതിനകത്തുണ്ടെന്ന് ചെക്ക് ചെയ്താൽ പോരെ. നമ്മൾ ഇതിനകത്തുള്ള ഓരോ എലിമെന്റിനെ എടുത്ത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഫസ്റ്റ് ഈ 2 എടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യും ഈ നമ്മുടെ മുമ്പത്തെ ഹാഷ് സെറ്റിനകത്ത് ഉണ്ടോന്ന്. ഹാഷ് സെറ്റിനകത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, റിസൾട്ട് ലിസ്റ്റിലോട്ട് അതിനെ ആഡ് ചെയ്യും. ഇപ്പൊ 2 എടുത്തത് ഇതിനകത്തോട്ട് ചെക്ക് ചെയ്യുമ്പോൾ റിസൾട്ട് ലിസ്റ്റിൽ 2 ഉണ്ട്. അപ്പോൾ നമ്മളവിടെ ആഡ് ചെയ്തു. നമ്മൾ ഇതിനെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ ഓൾറെഡി 2 ആഡ് ചെയ്ത് കഴിഞ്ഞു. ഡിസ്റ്റിങ്ങിനകത്തുള്ള 2 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് റിസൾട്ട് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു, ബിക്കോസ് ഇത് രണ്ടും കോമൺ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്റ്റിങ്ങിനകത്ത് 2 അങ്ങ് റിമൂവ് ചെയ്ത് കളയും. ഇപ്പം ഡിസ്റ്റിങ്ങിനകത്ത് എന്തായി, ഡിസ്റ്റിങ് 1 മാത്രമായി, നമ്മൾ 2 റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അടുത്ത് പിന്നെയും നമ്മൾ ലൂപ്പ് ചെയ്ത് ഈ 2 എത്തും. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റിങ്ങിനകത്ത് ഈ 2 ഉണ്ടോ, ഇല്ല, 2 ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഇഫ് ലൂപ്പ് ടെർമിനേറ്റ് ആവും. ഓക്കെ, അപ്പോൾ റിസൾട്ട് ലിസ്റ്റിനകത്ത് ഈ 2 മാത്രമേ കാണുള്ളൂ. ഓക്കെ, നമുക്കതല്ലേ വേണ്ട ഉത്തരം 2. ഓക്കെ, പക്ഷേ ഇതൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത് അറേ ലിസ്റ്റ് അല്ല, റിട്ടേൺ ചെയ്യുന്നതാണ് ഇൻറ്റീജർ അറേ വേണം റിട്ടേൺ ചെയ്യാൻ. ഓക്കെ, നമ്മുടെ അറേ ലിസ്റ്റ് യൂസ് ചെയ്തത് ഇതേപോലെ ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു ഇൻറ്റീജർ അറേയിലോ നമ്മുടെ ഒരു സാധാ ഇൻറ്റീജർ അറേയിലോട്ട് നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ആവശ്യമുള്ള എലിമെന്റ്സ്. നമ്മൾ അറേ ലിസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ റിസൾട്ട് ലിസ്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും,
നമ്മൾ ഒരു ഇൻറ്റീജർ അറേ നമ്മൾ ഡിക്ലെയർ ചെയ്യും. ഏതാണ് ഈ റിസൾട്ട് ലിസ്റ്റിന്റെ അതേ സെയിം സൈസിൽ, അതേ സെയിം സൈസ് ലെങ്ത് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇൻറ്റീജർ അറേ റിട്ടേൺ ചെയ്തിട്ട് ഈ റിസൾട്ട് ലിസ്റ്റിൽ നമ്മൾ ലൂപ്പ് ചെയ്തിട്ട് അത് ഈ ഇപ്പം റിസൾട്ട് ഓഫ് ഐ, അതിൽ ഇപ്പോൾ റിസൾട്ട് ഓഫ് 0 എന്ന് പറയുന്നത് റിസൾട്ട് ലിസ്റ്റ് ഡോട്ട് ഗെറ്റ് 0, ആ 0th ഇൻഡെക്സ്, റിസൾട്ട് ലിസ്റ്റിനകത്ത് ഓരോ ഇൻഡെക്സ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ 0th ഇൻഡെക്സിലുള്ളത് 2 ആണ്. ഓക്കെ, അതിന് നമ്മൾ നമ്മുടെ അറേയുടെ 0th ഇൻഡെക്സിലോട്ട് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, റിസൾട്ട് എന്ന് പറയുന്ന ആ ഇൻറ്റീജർ അറേ റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് O of n+m ആണ്. കാരണം നമ്മളുടെ 2 ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് മാക്സിമം എന്ന് വെച്ചാൽ n ടൈംസ് എന്ന് വെച്ചാൽ ഈ nums 1ന്റെ ലെങ്ത്, അതേപോലെ m എന്ന് പറഞ്ഞാൽ ഈ nums 2ന്റെ ലെങ്ത്. അപ്പോൾ O of n+m ആണ് ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിന്റെ ഈ ഒരു പർട്ടിക്കുലർ സൊല്യൂഷന്റെ ടൈം കോംപ്ലക്സിറ്റി O of n+m ആണ്. അതേപോലെ ഇതിന്റെ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഹാഷ് സെറ്റ് ആയിരുന്നാലും അറേ ലിസ്റ്റ് ആയിരുന്നാലും രണ്ടും മാക്സിമം n സൈസ് ആണ് വരുന്നത്, nums 1ന്റെ സൈസ് ആണ് വരുന്നത്. അപ്പം O of n ആണ് ഇതിന്റെ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഹാഷിംഗ് മെത്തേഡ് ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ O of n² എന്ന ടൈം കോംപ്ലക്സിറ്റി അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, നമ്മളിപ്പം രണ്ടും ലൂപ്പ് ചെയ്ത് കമ്പയർ ചെയ്യാനാണെങ്കിൽ അത് നെസ്റ്റഡ് ലൂപ്പ് എന്നുള്ള സ്റ്റേറ്റിൽ എത്തും. ഓക്കെ, എന്ന് വെച്ചാൽ ഈ ഇതിലെ ഒരു എലിമെന്റ് എടുത്ത് ഇതിലൊരു എലിമെന്റ് കമ്പയർ ചെയ്ത് അങ്ങനെ കമ്പയർ ചെയ്ത് അതിനുവേണ്ടി നെസ്റ്റഡ് ലൂപ്പാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരിക. അത് O of n² ടൈം കോംപ്ലക്സിറ്റി ആവും. അപ്പോൾ ടൈം കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ ഹാഷിംഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ സൊല്യൂഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഗൈസ്.